കുറച്ച് ദിവസം മുമ്പ് ഒരു 4 വയസ്സായ കുട്ടിയും കൊണ്ട് ഒരു പാരന്റ് വന്നിട്ട് പറഞ്ഞു, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് കുട്ടി, അടങ്ങിയിരിക്കുന്നില്ല. വിശദമായിട്ട് നോക്കുമ്പോൾ കാര്യമായ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഒന്നും വേറെ കാണുന്നില്ല. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വിട്ടു, ADHD സ്ക്രീനിങ് ചെയ്തു, അതിൽ കാര്യമായ കുഴപ്പം കാണുന്നില്ല. പിന്നെ നമ്മൾ വെസ്റ്റേഴ്സ് ഇൻ്റലിജൻസ് പ്രീ സ്കൂളേഴ്സിൻ്റെ ടെസ്റ്റ് ചെയ്തു, അതിലും മോൻ കാര്യമായ പ്രശ്നങ്ങളും കാണിക്കുന്നില്ല. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റും ഇവാലുവേറ്റ് ചെയ്തു, സെൻസറി പ്രോസസ്സിങ്ങിലും അങ്ങനെ മോട്ടോർ കോർഡിനേഷനിലും ഒക്കെ നോക്കുമ്പോൾ കാര്യമായ പ്രശ്നങ്ങളില്ല. പാരൻ്റ് ഒന്നുകൂടെ വിളിപ്പിച്ചു, ഇരുന്ന് വീണ്ടും സംസാരിച്ചു, വീട്ടിലെ കാര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, സ്കൂളിൽ അന്വേഷിച്ചു. സ്കൂളിലും കുട്ടി കാര്യമായ ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കുന്നില്ല, വീട്ടിലാണ് പ്രശ്നങ്ങൾ കൂടുതലുണ്ടായിരുന്നത്. നോക്കുമ്പം റീസെൻ്റ്ലി കുട്ടിക്ക് ഒരു അനിയനും കൂടെ ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ കാണിക്കുന്നത്. ഈ കുട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും അമ്മയുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടും അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. വീട്ടിലുള്ള ആളുകളും അവന് വേണ്ട രീതിയിലുള്ള ശ്രദ്ധ, വേണ്ട രീതിയിലുള്ള കണക്ഷൻ ആരും ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിച്ചില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടികൾ കാണിക്കുന്ന പല ബിഹേവിയേഴ്സും ഒരു പരിധി വരെ നോർമൽ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കിട്ടാനും കൂടി ആവാം. എല്ലാത്തിനും നമുക്ക് ADHD അല്ലെങ്കിൽ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ എന്ന് പറയാം എന്നുള്ളത് പ്രയാസമാണ്.